പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻറ്റ്. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 മേടമാസം 28-ാം തീയതി, 2025 മെയ് മാസം 11-ാം തീയതി, തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:08-നും അസ്തമയം വൈകിട്ട് 6:36-നുമാകുന്നു. നാളത്തെ രാഹുകാലം നാളെ ഞായറാഴ്ചയാണ്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും ആ രാഹുകാലത്ത് 1.5 മണിക്കൂർ ദൈർഘ്യസമയത്ത് ചെയ്യാറില്ല. നാളത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. ഞായറാഴ്ചയാണ്, ചോതി നക്ഷത്രമാണ്. ചോതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ഒരു ദേവനക്ഷത്രമാകുന്നു. തിരുവാതിര, ചോതി, ചതയം ഇത് മൂന്നും രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങളാകുന്നു. അതിൽ തിരുവാതിര മനുഷ്യഗണവും, ചോതി ദേവഗണവും, ചതയം അസുരഗണവുമാകുന്നു. ഇപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് അഷ്ടമവ്യാഴമാണ്. വളരെ ശക്തമായി വ്യാഴം തുലാം രാശിക്കാർക്ക്, ചോതി നക്ഷത്രം ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് രാഹു 9-ാം ഭാവത്തിലേക്ക് വരികയാണ് മെയ് 15-ാം തീയതി. നക്ഷത്രാധിപനായ ചോതിയുടെ നക്ഷത്ര ആധിപത്യമുള്ള രാഹു 5-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ രാഹു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ തുലാം രാശിക്കാർക്ക് ഉണ്ടാക്കും, പ്രത്യേകിച്ച് ചോതി നക്ഷത്രക്കാർക്ക്. വളരെ വിശദമായി രാഹുവുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. നാളത്തെ ദിനം ഞായറാഴ്ചയാണ്. നക്ഷത്രം വളരെ ശുഭമുള്ള ചോതി നക്ഷത്രമാണെന്ന് നാം സൂചിപ്പിച്ചു. സ്വാതി എന്നാണ് ചോതി നക്ഷത്രത്തിന് സംസ്കൃതത്തിൽ പറയുക. പക്ഷേ നാളത്തെ തിഥി അത്ര ഗുണമുള്ളൊരു തിഥിയല്ല, ചതുർദശി തിഥിയാണ്. അത് ഒരു ശൂന്യമായ തിഥിയെ സൂചിപ്പിക്കുന്നു. തിഥി ഗുണമില്ല. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേത് ആയാലും. നാളെ വെളുത്ത പക്ഷത്തിലെ ചതുർദശിയാണ്, മറ്റന്നാൾ പൗർണമിയാണ്, വെളുത്ത വാവാണ്. എങ്കിലും ചതുർദശി ദുർബലമാണ്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നാളെ അങ്ങേയറ്റം നിങ്ങളുടെ ഇടപെടലുകൾ വേണമെന്നില്ല. നാളെ നിങ്ങൾക്ക് കാലത്ത് 7:15 മുതൽ 8 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ 3 മണി വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും, യാത്രയും മറ്റ് എല്ലാ ശുഭത്വമുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സമയത്തെ വിനിയോഗിക്കാവുന്നതാണ്. നാളെ നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ സന്ദർശനം നടത്തണം. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ശിവൻ്റെ ദിനമാണ്. ശിവനും രാഹുവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തിലൂടെ രാഹുകേതുക്കളെ സന്തോഷിപ്പിക്കണം. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ. സർപ്പപ്രീതിയിലൂടെ നല്ല ആരോഗ്യമുണ്ടാകുന്നു, സന്താന ശ്രേയസ്സും അനുഭവിക്കാൻ ഇടവരുന്നു. അപ്രകാരം തന്നെ ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറുംപാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ സർപ്പക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ്. തനിക്കും തൻ്റെ സന്താന ശ്രേയസ്സിനും രാഹുപ്രീതി വളരെയധികം ഗുണകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നവഗ്രഹത്തിൽ രാഹുകേതുക്കൾക്ക് അർച്ചന ചെയ്യുന്നതും വളരെയധികം ഗുണമാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു ഞായറാഴ്ചയും ചോതി നക്ഷത്രവും അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.